ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തി വലുതാക്കുന്നത് ഏറെ ത്യാഗങ്ങൾ സഹിച്ചാണ്. പക്ഷേ മുതിരുമ്പോൾ മക്കൾ പലരും അതെല്ലാം മറക്കും. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളും. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. കൊല്ലത്ത് നിന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. മകന്റെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് 74-കാരനായ അച്ഛൻ മരിച്ചു. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. സ്ഥലം വിറ്റ് കിട്ടിയ പണത്തിന്റെ പങ്ക് നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ അച്ഛനെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊല്ലം ചവറ തേവലക്കരയിലാണ് നടക്കുന്ന സംഭവം. പാവുമ്പ അജയ് ഭവനിൽ അച്യുതൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. മകൻ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തേവലക്കര കോയിവിള പാവുമ്പയിലാണ് ദാരുണമായ സംഭവം. 74-കാരനായ പാവുമ്പ അജയ് ഭവനിൽ അച്യുതൻ പിള്ളയാണ് മർദ്ദനമേറ്റ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മകൻ മനോജ് പിതാവിന് നേരെ ആക്രമണം നടത്തിയത്. മർദ്ദനമേറ്റ് അവശനിലയിലായ അച്യുതൻ പിള്ളയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചു. 37-കാരനായ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അച്യുതൻ പിള്ളയുടെ പേരിലുള്ള സ്ഥലം വിറ്റുകിട്ടിയ പണത്തിൽ നിന്ന് ഷെയർ ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തെ മനോജ് നിരന്തരം ബുദ്ധിമുട്ടിക്കുമായിരുന്നു. പണം നൽകാത്ത വിരോധത്താൽ ഇടിച്ചും അടിച്ചുമാണ് കൊലപ്പെടുത്തിയത്. ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മണിലാലിന്റെ നേതൃത്വത്തിൽ SI-മാരായ സലീം, രാജേഷ്, CPO രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. News 18 കൊല്ലം.